എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങക്കായ കൂടുതലുണ്ടെങ്കിൽ കുറേ നാൾ എങ്ങനെയാണ് കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ മുരിങ്ങക്കായ സീസൺ ആണ്, അപ്പോൾ കൂടുതൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ സീസൺ കഴിഞ്ഞാലും മുരിങ്ങക്ക കഴിക്കാം. 3 രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ മുരിങ്ങക്കായ കൂടുതലുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. മുരിങ്ങക്ക സ്റ്റോർ ചെയ്യാനായിട്ട് ഞാനിതാ ഇവിടെ കുറച്ചധികം മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങയാണ്. ഒരുപാട് മുരിങ്ങക്ക ഉണ്ടായിട്ടുണ്ട്. കുറച്ച് റിലേറ്റീവിനും ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കടയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മുരിങ്ങ നല്ല നീളത്തിലുള്ള മുരിങ്ങയാണ്. ഒരുപാട് നീളം വെക്കുന്ന ടൈപ്പാണ് ഈ മുരിങ്ങ. ഇപ്പൊ മുരിങ്ങക്ക സീസൺ കഴിയാറായി. അപ്പൊ സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് മുരിങ്ങക്ക കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. മാത്രമല്ല നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ടൈമിന് മുരിങ്ങക്ക ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്കിത് 3 രീതിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കാണിക്കുന്നത്. ആദ്യത്തെ രീതി കാണിച്ചു തരാം. ഒന്നാമത്തെ രീതി കാണിക്കാനായിട്ട് ഞാൻ ഇതവിടെ കുറച്ച് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കോട്ടന്റെ തുണിയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇവിടെ ഒരു വെള്ള തോർത്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ മുരിങ്ങക്ക വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് കവർ ചെയ്ത് വെക്കാം. 4 ഭാഗം ഒരുപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിതാ ഈ ഒരു ഭാഗം നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി തോർത്തിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. ഒരുപാട് അങ്ങോട്ട് ആയി പോവരുത്. കുറേശ്ശായിട്ട് വെള്ളം തളിച്ചു കൊടുക്കണം. നമുക്ക് ഈ മുരിങ്ങക്ക ഏകദേശം 2 ആഴ്ച വരെ കേടൊന്നും കൂടാതെ ഇരിക്കും. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് വെളിയിൽ തന്നെ വെച്ചാൽ മതി. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കും. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുന്ന ടൈമിന് തോർത്ത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇടക്ക് നോക്കിയിട്ട് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത് ഒരു 2 ആഴ്ച വരെ കേടുകൂടാതിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നോക്കാം. രണ്ടാമത്തെ രീതി കാണിക്കാനായിട്ട് അതിൽ ബാക്കിയുള്ള മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഓരോ മുരിങ്ങ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് എത്രയാണോ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കണക്കുണ്ടാവില്ല, ആ ഒരു പാകത്തിന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു നാരുണ്ടല്ലോ അതിങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. മുഴുവനായിട്ട് നമുക്ക് നന്നായിട്ട് ആ തൊലി കളഞ്ഞെടുക്കൊന്നും വേണ്ട, ഇതുപോലെ കളഞ്ഞെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ പറ്റും. ഇതുപോലെ ബാക്കിയുള്ള മുരിങ്ങയെല്ലാം കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സിപ്ലോ കവറിലേക്ക് മാറ്റാം. ഇതിൽ ഏകദേശം 1/4 ഭാഗത്തോളം മുരിങ്ങയ്ക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ എയർ പാടില്ല. മാത്രമല്ല നമ്മൾ ഈ ഒരു മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ ഒട്ടും തന്നെ നനവ് പാടില്ല, ഡ്രൈ ആയിരിക്കണം. അപ്പൊ കട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് സിപ്ലോ കവറിലേക്ക് മാറ്റണം. അപ്പൊ എയറൊക്കെ കളഞ്ഞ ശേഷം ഇതൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കാം. ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല. നമ്മളിത് 6 മാസം എത്തിയിട്ട് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ വെച്ച പോലെ തന്നെ അതേ ഫ്രഷ്നെസ് കിട്ടും. പിന്നെ നമുക്ക് സാമ്പാർ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇനി മൂന്നാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്കിത് മൂന്നാമത്തെ രീതി കാണിക്കാനായിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മുരിങ്ങക്ക സ്റ്റീം ചെയ്യാനായിട്ട് ഗ്യാസ് അടുപ്പിൽ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മുരിങ്ങക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാടൊന്നും വെന്ത് പോണ്ട, ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. ഇതൊന്ന് അടച്ചു വെക്കാം. നന്നായിട്ടൊന്ന് ആവി വരട്ടെ. മുരിങ്ങക്ക സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഇവിടെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവരുത്, ഒന്ന് ചൂടാവുകയേ വേണ്ടു. ഒരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം. തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് കോരിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. ആ ചൂടൊന്ന് പോവണം, ആ വെള്ളത്തിലിട്ടിട്ട് അത്രയും വേണ്ടു. ഇനി മുരിങ്ങക്കയിലുള്ള ആ വെള്ളം ഒന്ന് പോയി കിട്ടണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. മുരിങ്ങക്ക ഈ പാത്രത്തിൽ നിന്നും കുറച്ച് വെള്ളത്തിന്റെ ഒരു അംശമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. വെള്ള കോട്ടന്റെ തുണിയിലേക്ക് മുരിങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
തുണിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഈ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതുപോലെ ഓരോന്നും തുടച്ചെടുക്കാം. മുരിങ്ങ കഷ്ണങ്ങളൊക്കെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സിപ്ലോ കവറിലേക്ക് മാറ്റാം. ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതാ മൂന്നാമത്തെ രീതിക്കായിട്ട് ഞാൻ ഇതാ സിപ്ലോ കവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് 1 വർഷം വരെ കേടുകൂടാതിരിക്കാനുള്ള രീതിയാണ് ഈ മൂന്നാമത്തെ രീതി കാണിച്ചത്. നമ്മൾ ആദ്യം കാണിച്ചത് 2 ആഴ്ച വരെ കേടുകൂടാതിരിക്കാനുള്ളതാണ്. രണ്ടാമത് കാണിച്ചത് 6 മാസം വരെ കേടുകൂടാതിരിക്കാനുള്ള രീതിയാണ് കാണിച്ചത്. 1 വർഷം വരെ കേടൊന്നും വരില്ല. നമുക്ക് സാമ്പാറും അവിയലും തോരനൊക്കെ ഉണ്ടാക്കണം തോന്നുന്ന സമയത്ത്, സീസൺ എല്ലാ സമയത്തായാലും നമുക്ക് ഈ മുരിങ്ങക്ക കഴിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ചക്കയും മാങ്ങയും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്കിത് നേരെ ഫ്രീസറിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് വെച്ച് കൊടുക്കേണ്ടത്. മുരിങ്ങക്ക സ്റ്റോർ ചെയ്യുന്ന 3 രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.